അച്ചായൻ ഇല്ലേ? കുര്യാക്കോ സാർ ഇവിടെ ഇല്ല, പുറത്തെവിടെയോ പോയിട്ട്. എപ്പോ? അല്ല, നിങ്ങൾ കുര്യാക്കോ സാറെന്ന് വിളിക്കുമ്പം നിങ്ങൾ അച്ചായൻ്റെ ആരുമല്ലേ? നിങ്ങളാരാ? ഞാൻ ഹണി, സാറിൻ്റെ ഒരു ഫ്രണ്ടാ. ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇല്ല. മനസ്സിലായോ? പറഞ്ഞു കാണണമല്ലോ. ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചായൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ? പെട്ടെന്ന് കണ്ടപ്പോ മനസ്സിലായില്ല. ഞാനേ ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു ഇത്രയും നല്ല ഗിഫ്റ്റാന്ന് കരുതിയില്ല. അല്ല, ഗിഫ്റ്റ് എനിക്കാണ്. ഞാനാണ്. പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാവേണ്ടായിരിക്കും. ഞാനാണ് വരുമെന്ന് പറഞ്ഞിരുന്നത്. എനിക്കിപ്പോ മനസ്സിലായി. മനസ്സിലായല്ലോ അല്ലേ? ഓഹോ, സോറി കേട്ടോ. ഞാനേ ഒരു ആർത്തിയാ. 1 വർഷമായി ഇങ്ങനെയൊക്കെ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് പറ്റിയത്. ഞാനും സോറി. ഒന്ന് ഉറപ്പിക്കണമായിരുന്നല്ലോ. പിന്നെ അത് വേണം. ഏത് കാലത്താണ് നമ്മള്. സോറി കേട്ടോ, ഒന്നും വിചാരിക്കില്ല. ഞാൻ എന്താന്ന് വെച്ചാലേ ഈ വൈഫിനെയൊക്കെ അവിടെ ഒരു ടെക്സ്റ്റൈൽസ് നിർത്തിയേക്ക് വരുന്നേ. അപ്പം അതിൻ്റെ ഇടയിലാണ്. കാരണം ഇതിപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്തൊരു പരിപാടി ആയിപ്പോയല്ലോ. അതാണ് പറ്റിയത്. ഇല്ലെങ്കിൽ അങ്ങനത്തെ കുഴപ്പമൊന്നും പറ്റത്തില്ലായിരുന്നു. ഈ ട്രാഫിക്കും എല്ലാമായിട്ട് അങ്ങ് ലേറ്റ് ആയി പോയി. ഇവിടെ വന്നിട്ട് തിരിച്ചവിടെ ചെല്ലണമല്ലോ. ഈ അച്ചായൻ ഇപ്പൊ വരുവോ? ഇപ്പൊ വരേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലല്ലോ. എന്താവശ്യം? അച്ചായൻ ഇപ്പൊ വരേണ്ട ഒരു കാര്യമില്ല. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഏയ് വേണ്ട. ഞാൻ വേണ്ട. അല്ല, ഒരു ബദാം മിൽക്ക് എടുക്കാം. അച്ചായൻ സ്ഥിരം കുടിക്കുന്നതാന്നേ. ഉപകാരമുള്ളായിരിക്കും. ബദാം മിൽക്കും അല്ലേ? എടുക്കും. ഞാനെന്നാ. ആയിക്കോട്ടെ. അല്ല, ബദാം മിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഇതൊരു സ്പെഷ്യൽ ആയിട്ടാ. അച്ചായന്റെ ഒരു അച്ചായന്റെ അല്ലേ? അച്ചായനൊരു വെറൈറ്റി ആളാ. സ്പെഷ്യൽ ആയിരിക്കും. അല്ല, ഇനി വരുമ്പോ ഇങ്ങനെ ധൃതിയിലൊന്നും വരരുത്. നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയമൊക്കെ വേണ്ടേ? ഞാൻ പറഞ്ഞില്ല, ഇത് ഇങ്ങനെ ഒരു പറ്റിപ്പോയതാണ്. സാരല്ല. എന്നാലും എനിക്കൊരു 10 മിനിറ്റ് തരില്ലേ? പിന്നെന്താ? ഫ്രഷ് ആവാൻ. പിന്നെ ശരി. 10 മിനിറ്റ് കഴിയുമ്പോൾ ബെഡ്റൂമിലേക്ക് വന്നാൽ മതി. ശരി. ഓക്കെ. സാർ ചാവി. ശരി. അളയാ, ആ സീനിയർ മാനേജർ ലീവില്ല. അതുകൊണ്ട് ഇതും എൻ്റെ തലയിലായി. പെട്ടെന്ന് ആവട്ടെ കേട്ടോ. നീ ഒരു കാര്യം ചെയ്താ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. കട അടയ്ക്കും. വീട്ടിൽ പോയിട്ട് പോകാൻ പറ്റും. അതെന്താണ് ഇത്ര? കല്യാണി ലാൻഡ് ചെയ്താ? ഈ റോണിയുടെ കയ്യില. അല്ല, അവളെന്തി? ഞാനൊന്നും ചെയ്തില്ല സാറേ. അവളെന്തിയെന്ന്? അവളാണ് എന്നെ ഈ മുറിയിലേക്ക് ആക്കിയത്. സാറേ, ഫ്ലാറ്റ് മാറി കയറിയതാ. ഇതാരാ? ഇതാരൊക്കെയാ? എനിക്കറിയില്ല സാറേ. ഞാൻ അതേ ഫ്ലാറ്റ്.
മക്കളെ, പൊളി എന്ന് പറഞ്ഞ അടിപൊളിയാ. ജീവിതത്തിലും മരണത്തിലും ഇങ്ങനെ ചിരിച്ചോണ്ടേയിരിക്കണം. അച്ചായന്റെ ഓശോയുടെ രീതി അതാ. എടാ ജെറി, നിനക്കൊരു കിളുന്നിനെ കിട്ടിയപ്പോ എന്റെ ഫോൺ പോലും എടുക്കാൻ വയ്യ. കുര്യാക്കോസ് DLF ആണോ LDF ആണോ? നീ എവിടെ പോയി വിളിച്ചാലും നിന്നെ ഞാൻ പൊക്കൂടാ. നമ്മളിനി എന്ത് ചെയ്യും സാറേ? അല്ല അതിപ്പോ അച്ചായൻ ഇത് ഡെഡ് ബോഡി അല്ലേ? നമ്മളിവിടെ നമ്മളും പെടും. ആ മിണ്ടരുത്, ഞാനൊന്നും ചെയ്തിട്ടില്ല. മിണ്ടായിരിക്കണം. വാ. അവളെന്തി? എവിടെ? നോക്ക്. അല്ല സാറമ്മ, ആ നീ പോയി നോക്കാം. അവിടെ ആരെങ്കിലും ഉണ്ടോ? ബാഗ് നിങ്ങളുടെ അല്ലേ? ആ, back. എടുക്ക്. നമുക്കിറങ്ങി ഓടിയാലോ? ഇത് നമ്പർ നോക്കണം. എന്റെ ഫോൺ കാണുന്നില്ല. എന്റെ ഫോൺ ഫോണിൽ എവിടെ? എൻ്റെയും ഫോൺ എടി